ഇന്ന് അമ്മ വന്ന് വേറെ ഇത് അഴിച്ചു വിട്ടപ്പം ഗേറ്റിൽ നിന്ന് ചാടുന്നു. ഇവിടെ ബൈക്കൊക്കെ പോണവരെടുത്ത് എടുത്ത് ചാടി. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കെട്ടിയിരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കൊണ്ടുവിടും. ഇപ്പം അവിടെ നിന്ന് അഴിച്ച് വന്നതാണ്. പക്ഷേ നമുക്കിവിടെ ഇടവില്ലല്ലോ. മഴ പെയ്ത ഇവിടെ എല്ലാം ചോരും. നമുക്കിവിടെ ഇങ്ങോട്ട് വെള്ളവും നമുക്ക് ഉണ്ടല്ലോ, ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം ഞങ്ങൾക്ക് വേറെ ഇടവില്ല. കുഞ്ഞ് ഇതായിട്ട് ഒരാൾ വരണത് പേടിച്ചാണ് വരണത്. കുഴപ്പമില്ല, കെട്ടിയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിലേക്കുള്ള സ്വാഗതം. അപ്പൊ ഇന്ന് എന്തായാലും ഫുള്ളായിട്ട് കണ്ടു തീർക്കുക. കാരണം ആദ്യം കുറച്ച് ഞാൻ ഗുണ്ടുവിന്റെ ദിവസവും വണ്ടിയിൽ പോകുന്നതും കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതിനുശേഷമാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ആരും വീഡിയോ ഫുള്ളായിട്ട് കാണാതെ പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ സംഭവം രാവിലെ തന്നെ അമ്മ ഇവിടെ പഞ്ചായത്തിൽ വെള്ളം അടിക്കാൻ പോകണം അമ്മയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് രാവിലെ കുറച്ച് ദൂരം അടുത്താണ്. പക്ഷെ എന്താ പറയുക, അമ്മ വണ്ടി എടുക്കണ കാണുമ്പോഴേ ഗുണ്ടു അമ്മയുടെ ബേക്കേ ഓടും. ആരും പേടിക്കണ്ട, ഞങ്ങളവിടെ വെളിയിലുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇത്ര ധൈര്യമായിട്ട് റോഡിൽ നിന്ന് ഓടുന്നത്. കഴിഞ്ഞ് ഇറങ്ങിക്കോ, അവിടെ കിടന്നോ. ആളെ യാത്രയൊക്കെ പോയിട്ട് വന്ന് ഇഷ്ടപ്പെട്ടാ? ഇനി വിണ്ട ഇവിടെ ഇരുന്നോണം. അങ്ങനെ പിന്നെ എന്താ പറയാ, ആള് പോണില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്താ പറയാ, അമ്മയുടെ പോകുന്നതും അവ ഇങ്ങനെ അവിടെ മോട്ടർ അടിക്കാൻ വേണ്ടി പോണിടത്തും അവ എന്ത് ചെയ്യും, വണ്ടി തന്നെ ഇരിക്കും. അമ്മ ഇറങ്ങിയാലും അവ ഇറങ്ങൂല, വണ്ടി തന്നെ ഇരിക്കുള്ളൂ. പിന്നെ വീട്ടിലാണെങ്കിൽ പോലും അമ്മ പോണ ടൈമിൽ ഒന്നെങ്കിൽ കഥ അടച്ചിട്ട് മീൻസ് ഗേറ്റ് അടച്ചിട്ട് പോവും, അല്ലെങ്കിൽ ഇവ ആദ്യമേ വണ്ടി കയറി ഇരുന്ന് അമ്മയുടെ ബാക്കിൽ പോകും. ഇതൊക്കെയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവസാനം വരെ ഈ ഫോൺ എൻ്റെ കയ്യിലിരിക്കണ കണ്ടിട്ട് ആളെന്ത് ചെയ്യുന്നില്ല, അവസാനം അമ്മ പോയി എന്നൊരു ഇത് വന്നപ്പോഴാണ് അവന് പെട്ടെന്ന് അയ്യോ എന്നുള്ള രീതിയിൽ അവന് ഇറങ്ങി ഓടിയത്. പിന്നെ ഇന്ന് അവനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, വീട്ടിനകത്ത് കയറാനുള്ള ഈ വെള്ളം നനച്ച് വീട്ടിനകത്ത് കയറാനുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെ അച്ഛൻ നിൽക്കുന്ന ഉള്ളത് കൊണ്ട് ആള് വീട്ടിൽ കയറിയില്ല. പിന്നെ ഞങ്ങൾ എന്താ പറയാ, തോർത്തൊക്കെ എടുത്തുകൊണ്ട് വന്ന് തുടക്കം കൊടുക്കാൻ നോക്കിയ ആളാണെങ്കിൽ ഭയങ്കര ഉടായി പോട്ടായിരുന്നു. പേടിയവൻ, അവന് കുളിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ വിട്ട് ഓടുന്നതാണ്. അറിയാതെ കുളിപ്പിക്കുമെന്ന് പേടിച്ചിട്ട് എന്നല്ല. അങ്ങനെ പിന്നെ എന്താ പറയാ, ഇവനെ കുളിപ്പിച്ച് തുടപ്പിച്ച് എല്ലാം കഴിഞ്ഞപ്പം സമാധാനമായി. പിന്നീട് ഓക്കെ ആയി, ആള് കണ്ടില്ലേ ഇരുന്ന് തരും തുടയ്ക്കാനൊക്കെ. അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞു എന്നുള്ളൊരിതായി.
പിന്നെ ഇവ എപ്പോ വണ്ടി എടുത്താലും സത്യം പറയാലോ ആദ്യം ഇവനായിരിക്കും കയറുന്നത് വണ്ടിയിൽ. ഞങ്ങൾ എവിടെയെങ്കിലും ഒരുങ്ങി നിന്നാൽ പോലും ആദ്യം ഇവൻ വണ്ടി കയറിയിരിക്കും. നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ഗേറ്റിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കും. ഇതാണ് ഇവന്റെ അവസ്ഥ. അല്ലാതെ ഇതൊക്കെ എടുക്കാന്ന് വിചാരിച്ച് നമ്മൾ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഇവ എന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങ് മാറും ഗൈസ്. നമ്മളിവിടെ ആരും പോണില്ല വണ്ടിയില്. ഇറങ്ങണോ സാർ? കേറിപ്പോടാ. വീടിനകത്ത് ഇതാണ് അവന്റെ അവസ്ഥ. നമ്മളാ വീട് മൊത്തം ഞാൻ നോക്കിയപ്പോ റോഡിൽ കിടക്കണ ഒരു ഇതെടുത്തോണ്ട് വന്ന് ഇനി വണ്ടി പോട്ടെ. കുളിച്ച് സുന്ദരക്കൂട്ടനായിട്ട് എവിടെയൊക്കെ പോവാൻ ഒരിടം പോവാൻ സമ്മതിക്കില്ലല്ലേ? കുളിച്ചൊരുങ്ങിയവ എവിടെ പോണേ? ഇറങ്ങടാ, ഇറങ്ങി വാ. മക്കളിറങ്ങി മക്കളെ വരണില്ല. ടാറ്റാ. ഇറങ്ങി വരണം സാർ. എങ്ങോട്ട് പോണ്? ഹലോ, ഇങ്ങോട്ട് വാ. ഇവിടെ വാ. ഞാനും അച്ഛനും കൂടെ ഒരു സ്ഥലം വരെ പോണായിരുന്നു. അതിനുശേഷം എനിക്ക് എന്റെ അമ്മാമ്മയാണെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പം അമ്മാമ്മയെ പോയി വിളിക്കാൻ പോകണം. അങ്ങനെ ഞാൻ വണ്ടി കയറി പോയിട്ട് വന്നതിന് ശേഷമാണ് അപ്പോൾ നോക്കിയപ്പോൾ ആദ്യമേ വന്ന് കയറി. വിചാരിച്ചു കുഴപ്പമില്ല, ഇതിപ്പോൾ അമ്മാമ്മയെ വിളിക്കാൻ പോകുന്നില്ല, അവ ഇരുന്നോളും വണ്ടിയിൽ തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ അവനെയും കൊണ്ട് തന്നെയാണ് പോയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വേറെ ശാന്താമ്മാമ എന്ന് പറഞ്ഞൊരു അമ്മാമ്മയും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മാമ്മയും കൊണ്ട് വിളിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മാമ്മയും വിളിച്ചോണ്ട് പോയപ്പം ആളെ കണ്ടോ ഗൈസ്. ഇത് അമ്മയെ കണ്ടപ്പോൾ എത്തി ഒളിഞ്ഞ് നോക്കണേയാണ്. പക്ഷെ കുഴപ്പമില്ല, 2 കാല് ഇപ്പുറത്തുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് കാല് വെച്ച് ആളെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീഴൊന്നുമില്ല. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വണ്ടിയിൽ പോവാൻ. പ്രത്യേകിച്ച് ഇങ്ങനെ തല വെളിയിലിട്ട് കാറ്റ് കൊള്ളാൻ ഒരുപാട് ഇഷ്ടമാണ്. നല്ല രസമാണ് അവനെ. നമ്മളിപ്പോൾ ഓട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇവന്റെ ഒരു എനിക്ക് തലയെടുത്ത് ഇങ്ങനെ കാറ്റ് കൊള്ളണൊക്കെ കാണാൻ എന്നുവെച്ചാൽ അവ അതൊക്കെ ആസ്വദിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ കൊണ്ട് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവന്റെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കാണുമ്പോൾ സന്തോഷമാണ്. നിങ്ങൾക്കും എനിക്കറിയാം നിങ്ങൾക്കും ആ ഒരു സന്തോഷം ഉണ്ടെന്ന്. അങ്ങനെ സ്റ്റാൻഡ് ഇട്ടാൽ മാത്രമേ ആൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ വണ്ടിയിൽ വീണ്ടും എവിടെയോ പോവുകയാണെന്ന് പറഞ്ഞാൽ അവൾ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ, വണ്ടിയിൽ തന്നെ. അങ്ങനെ സ്റ്റാൻഡൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ എൻ്റെ ബാക്കേ വരെയാണ്. ഇനി ഒന്നും കൂടെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. അതിനുശേഷം ഇനി ഇവിടെയൊക്കെ കഴിവണം. കാരണം ഗുണ്ടു എല്ലാ ദിവസവും വാരിപ്പറക്കി. ഇപ്പോൾ പുറത്ത് അവനെ ബാത്റൂമിൽ പറഞ്ഞു വിട്ടാലും അവിടെ നിന്നും കുറേ എന്തെങ്കിലുമൊക്കെ അവൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു കയറുമ്പോൾ അവൻ്റെ വായിൽ എന്തെങ്കിലും കാണും. എന്നിട്ട് അതെടുത്ത് വീട്ടിനകത്ത് കൊണ്ടുവന്ന് അവ ഇരുന്ന് കളിക്കും. പിന്നെ അടുക്കളയിൽ ഇപ്പം കഴിഞ്ഞ കാലിക്കുപ്പിയൊക്കെ കാണുമല്ലോ, അതൊക്കെ അമ്മ വേസ്റ്റിന് വേണ്ടി എവിടെയെങ്കിലും എടുത്ത് വെക്കണത് അതും നുള്ളിപ്പറക്കി. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ കൊച്ചു പിള്ളേരെ പോലെ നമ്മൾ വിചാരിക്കില്ല അവ അവിടെ പോയി എടുക്കുമെന്ന്. പക്ഷെ അവിടെ പോയി എല്ലാം ഓരോ പീക്രി സാധനങ്ങളെല്ലാം പറക്കി എടുത്തുകൊണ്ട് വന്ന് ഇവ ഇവിടെ ഇട്ട് കളിക്കും. ആ മൊത്തം ചവറെന്താ കണ്ടോ, കൊച്ചു പിള്ളേരെ കാലം കഷ്ടമാണ്. പിന്നെ ഞങ്ങൾ കണ്ണ് വെട്ടിപ്പോയാൽ ആളിവിടെ തന്നെ ബാത്റൂമിലും പോവും. പിന്നെ ഇവിടെ വെച്ചാണ് ഫുഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നും കഴിവിട്ടില്ലെങ്കിൽ നാറ്റമാവും. അതുകൊണ്ടാണ് പിന്നെ ഒരു 1.5 അടം വെച്ച് എന്നും കഴുകിയിടണം. ഇവിടെ സ്ഥലവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എനിക്ക് സീരിയസ് ആയിട്ട് നിങ്ങളുടെ അവസാനം അതുകൊണ്ട് തന്നെ സംസാരിക്കണം. കാരണം നമ്മൾ ഗുണ്ടുവിനെ ഇനിയിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നമുക്ക് പറ്റുമെന്ന് തോന്നണില്ല ഗൈസ്. മൊത്തത്തിൽ നമുക്ക് സ്ഥലമില്ല. ഭയങ്കര അവനൊരു കൂടില്ലാതെ ഒരിക്കലും ശരിയാവത്തില്ല. ഇനി മുതലേ കൂടുണ്ടെങ്കിലേ ഇനി പറ്റത്തുള്ളൂ. അപ്പം
അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അവസാനം വരെ വീഡിയോ കാണണമെന്ന് പറഞ്ഞത്. ഇവിടെ കിടക്കുവാണ്. അതിനുശേഷം നോക്കിയപ്പോൾ അമ്മാമ്മ നിൽക്കുന്നുണ്ട്. കാരണം അമ്മ ഡോഗിനെ ബാത്റൂമിൽ പറഞ്ഞു വിട്ടപ്പോഴത്തേക്കും അമ്മാമ്മയുടെ കയ്യിലൊന്നും പിടിച്ചാൽ നിൽക്കത്തില്ല അമ്മ ഡോഗ്. അങ്ങനെ അമ്മ ഡോഗ് ഇറങ്ങി നമ്മളെ വീട്ടിലോട്ട് ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ക്യാമറ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ അമ്മ ഡോഗ് വന്നു ഗൈസ്. നമ്മൾ കൊണ്ട് കിടക്ക് നോക്ക്. കൊണ്ടുപോയി ശ്രദ്ധിച്ചില്ല കേട്ടാ ആര് വന്നേന്ന്. പിടിച്ചോ കണ്ട അമ്മ അവിടെ സമാധാനായി. ഗുണ്ടുവിനെ ഇവിടെ അച്ഛൻ പേടിപ്പിച്ച് നിർത്തി. തളർന്നു തോന്നുന്നു. കെട്ടിയിടച്ചതിനെ അതിനൊന്ന് കെട്ടിയിട്. അമ്മ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്തതും മര്യാദ രാമനായിട്ട് ഇരിക്കുകയാണ്. ചാടയൊന്നുമില്ല, അങ്ങനെ ഇരുന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്യണം. പക്ഷെ എന്റെ ഗുണ്ടുവിന്റെ ചെവി കണ്ടോ, ഒരെണ്ണം താണു ഒരെണ്ണം പൊങ്ങിയിരിക്കുന്നു. ഇതിനെ പഴയതുപോലെ ആക്ക വല്ല വഴിയുണ്ടോ? എന്നെ കാല് പിടിക്കണ്ട, വേവിച്ച് തരാം. അമ്മേ ശാസ്താംഗം പ്രണമിച്ചിരിക്കുന്നു. ഒരു രക്ഷയില്ല, ഞാൻ പോകുന്നു. അച്ഛനുമായിട്ട് പോയപ്പോ ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവന് വേണ്ടി തന്നെ ചിക്കൻ കാര്യം ഞാൻ ചോദിച്ച് മേടിച്ച്. അച്ഛൻ സമ്മതിച്ചില്ലായിരുന്നു, എന്നാലും ഞാൻ അച്ഛൻ്റെ കൂടെയും പറഞ്ഞ അച്ഛനും കൂടെയാണ് പിന്നെ വാങ്ങിപ്പിച്ച് തന്നത്. അത് അവർ 2-3 കൂടി ഇടാൻ പോയപ്പം എന്റെ അച്ഛൻ പറഞ്ഞു വേണ്ട 2 മതി, അവിടെ അതിനുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ 2-3 വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. പക്ഷെ ഇവ നല്ല രീതിക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇതുപോലെ വാങ്ങിച്ചു കൊടുക്കുന്നത്, ഇങ്ങനെ കോഴിക്കാരൊക്കെ. പക്ഷെ അവന് ഒരുപാട് ഇഷ്ടമായി. പിന്നെ എനിക്ക് വിഷമമായിരുന്നു ഞാൻ 2-3 കൂടെ വാങ്ങിച്ചില്ലല്ലോ എന്ന്. അവ അപ്പം തന്നെ 2 കാലും കഴിച്ചു കേട്ടോ. എനിക്ക് നമ്മളുടെ സംഭവം ഇന്നലെ കൊടുത്തേടാ, ഇപ്പോഴൊന്നും കുഴപ്പമൊന്നും ഇല്ല. അച്ഛനും കണ്ടപ്പോ പേടിച്ചു പോയി കേട്ടോ. അവൻ ഇങ്ങനെ അത്രയ്ക്ക് അവന് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഞാൻ അതങ്ങ് കഴിച്ചു. പിന്നെ ഇത് ഉച്ചയ്ക്കത്തെയുള്ള ഫുഡാണ്. അവന് ചിക്കനും അങ്ങനത്തെ കുറച്ച് സാധനം. രാവിലെയൊക്കെ അവൻ മീൻ കഴിച്ചപ്പോ ഒന്ന് ഛർദ്ദിച്ചു. രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോ ഒത്തിരി ഛർദ്ദിച്ച്. അപ്പൊ എന്റെ അടുത്ത് സജിനി ചേച്ചിയാണ് പറഞ്ഞത് അങ്ങനെ ഛർദ്ദിക്കുക വയറ്റിന്. ചോറൊക്കെ കഴിക്കണ എല്ലാം ഛർദ്ദിക്കണം. മീൻ കഴിച്ചതെല്ലാം ഛർദ്ദിച്ച്. രാവിലെ കൊഴുക്കട്ടായിരുന്നു, അത് കഴിച്ചത് ഛർദ്ദിച്ചു. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ചിക്കനൊക്കെ വെക്കട്ടെ. അപ്പൊ അതും കൂടെ മീൻ കഴിച്ചപ്പോഴും ഛർദ്ദിച്ചിട്ട് അവർക്ക് കൊടുത്തത്. ആള് നല്ല രീതിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ നിങ്ങൾക്ക് അറിയാം നമ്മളെ വീട്ടിലുള്ള എന്താണോ അതൊക്കെയാണ് അവൻ കഴിക്കുന്നത്. പിന്നെ പാല് വെള്ളം അങ്ങനത്തെ കഴിക്കും. ഇതേപോലെ അവന് ചോറും ഒക്കെ മീനുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുത്തതാണ്. 2-3 മണി ഈ മസാലയൊന്നും ചേർക്കാൻ പാടിയിട്ടാണ്. ഒരു പിള്ളേർക്ക് കരള് ഇഷ്ടം. ഞങ്ങൾ ഇതുവരെ മേടിച്ചിട്ടില്ല, കൂടി വെച്ച് അവന് കൊടുത്തു. പക്ഷെ നല്ല ഉണ്ടായിരുന്നു. പിന്നെ കായ് സത്യം ഒരു കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത് സംഭവം ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ഇല്ല, പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഒരുപാട് ഡോഗ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്ന പറഞ്ഞാലും നമുക്ക് അതിന് നമ്മളെ കൊണ്ട് പറ്റുന്നതേ അവന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവന് അയച്ചു കൊടുക്കാം. ഇപ്പൊ എല്ലാം കൂടി കൊടുക്കാൻ എനിക്കൊരു പേടി. അപ്പൊ ഒരു കാല് കൊടുത്തിട്ടുണ്ട്, പറഞ്ഞാൽ മതി. ഒരു കാല് അവൻ അതേ മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോ മീനും ചോറും തിന്നാൻ ഭയങ്കര മടിയാണ്. ഇറച്ചി വെച്ച് കൊടുത്തപ്പോ എല്ലാം തിന്നുന്നുണ്ട്. ചോറ് ബാക്കിയുള്ളത് കൂടിയൊക്കെ 2 ദിവസം കൊണ്ട് ഗുണ്ടുവിന് ആഹാരം കഴിക്കാൻ ഒരു ഭയങ്കര മടി. മീനൊക്കെ വലുതായിട്ട് കഴിക്കത്തില്ല, ഞാൻ നിർബന്ധിച്ചു കൊടുക്കണം. പിന്നെ ഇന്നാണെങ്കിൽ അത് കക്കുകയും ചെയ്തു കൊടുക്കും. ഞങ്ങളുടെ കൊടുക്കാന്ന് പറഞ്ഞത് പെട്ടെന്ന് തീരുമാനിച്ചല്ലേ. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയുടെ സർജറി കഴിഞ്ഞ് ഒരു 10-15 ദിവസം കൂടി 1 മാസം കൂടി കഴിഞ്ഞിട്ട് കൊടുക്കാൻ നേരത്തെ. അല്ലെങ്കിൽ അങ്ങനെ അടുത്തൊരാളുണ്ടായിരുന്നു, നല്ല വിഷമാണ് ഇരുന്നത്, ഒരു കൂട് കിട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. ഇപ്പൊ
പിന്നീട് തണ്ണിമത്തങ്ങ കഴിക്കാനാണ് ആള് വന്നത്. കൊടുത്തപ്പം കഴിച്ചില്ല കേട്ടോ. പക്ഷെ ആ തോട് മാത്രം എടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നു. ആ നല്ല റെഡ് കളർ സാധനം കൊടുത്തിട്ട് അവന് വേണ്ട, അവന് ഈ തോട് കളിക്കാൻ വേണം. അങ്ങനെ അവ എടുത്തോണ്ട് പോയി. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് അമ്മ ഡോഗ് അവിടെ മതില് ചാട്ടവും ഒക്കെ ഇരുന്ന് കാണിച്ചിട്ട് ഇവിടെ ഒന്നുമില്ല. ഇരുന്ന് കാണിക്കണ്ട. ഇല്ല എന്റെ ഇല്ലടാ, നിനക്ക് കറി വെച്ചിട്ട് തരാ കേട്ടാ കേട്ടാ. ഇല്ല വേണ്ട, മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടേ അമ്മയ്ക്കും ഗുണ്ടൂനും കേട്ടാ. തരാം, നീ തിന്നണ്ട, നല്ല ആവട്ടെ, എല്ലാം വരെ നിൽക്കുക. അതെന്തോന്നായിരുന്നു? ഇറച്ചി ഉണ്ടയും. ഗുണ്ടു പയ്യെ അവിടെ ഇരുന്ന് കഴിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, ഇതിപ്പം നമുക്കാണോ ചിക്കൻ വാങ്ങിച്ചത് അതോ ഇവർക്കാണോ എന്ന്. കാരണം നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ട് 2 നേരം അവർക്ക് കൊടുത്തു. പക്ഷെ മീൻ വെച്ചതുകൊണ്ട് ഒരാളിരിക്കുന്നു, ഇതുകൊണ്ട് ഒരാളിരിക്കുന്നു. ചൂട്. ഇതിപ്പം അമ്മയ്ക്കിപ്പം 2 മക്കളാണ് ഉള്ളത്. അതിലൊരാൾ ഇതാ അടക്കുന്നു, ഒരാൾ ഇതോ ഇരിക്കുന്നു. നമ്മൾ ആർക്കും വേണ്ടേ? ഭയങ്കര ചൂടടി. കണ്ട വാരി കൊടുക്കാൻ വേണ്ടി വരവെന്ന്. എല്ലാം കൂടി ആയില്ലെങ്കിലേ ഒരാൾ മാത്രം എടുത്ത് വെച്ച് തിന്നെ. കുറച്ചു മുമ്പേ വയറൊക്കെ തിന്നതേ ഉള്ളൂ. ചാടിക്കോ ചാടിക്കോ, ചാടി വാ. ഓ ഇനി വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ. ഓ ഓ ഓ ഇന്ന് അമ്മ അമ്മ തിന്നട്ടെ കുറച്ച്. നീ നേരത്തെ തിന്നതേ ഉള്ളൂ എല്ലാം. ഗുണ്ടു ഇടയ്ക്കിടയ്ക്ക് തിന്നാറുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ. ഗുണ്ടു നേരത്തെ ഫുഡ് കൊടുത്തു, അതുകൊണ്ടാണ് അവന് ഇറച്ചിയും പിന്നെ കോഴിയുടെ കാലുമൊക്കെ തിന്നു വയറൊത്തിരിപ്പുണ്ട്. അപ്പം ഇനിയും കൂടി ആയ അമ്മേടതും കൂടി കഴിച്ചാലേ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നീക്കി വെച്ചത്. പകുതി കുറച്ചങ്ങ് അമ്മ ഡോഗ് തിന്നിട്ടെന്ന് വിചാരിച്ചു. പിന്നീട് ഒരു പകുതിയോളം നിന്നപ്പോ ഞാൻ ഒരുമിച്ച് വെച്ചു കൊടുത്തു. അതുകൊണ്ട് പിണങ്ങിപ്പോണ് കണ്ട, അശ്വം പിണങ്ങിപ്പോയി. ഞങ്ങൾ ഒരുമിച്ച് പിന്നെ അമ്മ ഡോഗിന്ന് എടുത്ത് നമ്മൾ ഇപ്പുറത്ത് കൊടുത്തു. ഇനി അമ്മ ഡോഗെന്ന് വിളിക്കണ വേറൊന്നും അല്ല, നമ്മള് വീഡിയോക്ക് വേണ്ടി പറയണയാണ്. വെള്ളം വെച്ച് കൊടുത്തിരിക്കുവാണ് ഗൈസ്. എന്തായാലും രണ്ടുപേരും നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. അങ്ങനെ വെള്ളം കൊടുത്തു. അപ്പൊ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ. സമാധാനപൂർവ്വം ഞാൻ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടപ്പോ ഒന്നും നടന്നില്ല ഗൈസ്. സമാധാനമൊക്കെ വെറും ഒരു 5 മിനിറ്റ്. അതിന് ശേഷം വരുമ്പം കയറുകളൊന്നും ഇല്ല, കിട്ടുന്ന തുണിയിലിട്ടാണ് കെട്ടി കുറച്ച് നേരം ഇട്ടിരിക്കുന്നത്. ഇവിടെ മതിലുണ്ട്, പക്ഷെ ഇവിടെ കൂടി ഒരു നിഴല് കണ്ടാലും അമ്മ ഡോഗ് ചാടി ഇറങ്ങും. അത് കൊണ്ടുകൊണ്ടല്ലോ കടിച്ചറുത്തിട്ട് കൊടുക്കുകയാണ് കയറിന്. ഇതിന്റെ കുഞ്ഞ് ഭയങ്കര സന്തോഷമാണ് അവർക്ക്. നല്ല ചിരി കാണണം. ഇതൊരു എന്താ ഭയങ്കര ഹാപ്പിയാണ് അവൾ ഇവിടെ വരുമ്പോ. പക്ഷെ നമുക്കത് ഒരാളെ വളർത്താൻ പറ്റാത്ത അവസ്ഥ, 2 പേരെയും. നിങ്ങൾക്ക് പറയണവർക്ക് എളുപ്പം, പക്ഷെ നമുക്ക് ഇവിടെ വേറെ സ്ഥലമൊന്നുമില്ല. കണ്ടല്ല, ഞങ്ങളുടെ ഇത് വണ്ടിയും തുണി കഴുകണ സ്ഥലവും ഒക്കെ ഇതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഗുണ്ടു അമ്മ ഡോഗിനെ ഹെൽപ്പ് ചെയ്യാണ്. അല്ല ഇപ്പൊ കയറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു തുണിയുടെ ഇതെടുത്ത് വെച്ചാണ് കെട്ടിക്കൊടുത്തത്. അതിനെ അഴിച്ചു കൊടുക്കുന്ന ഗുണ്ടു. സമാധാനപൂർവ്വം ഞാൻ വൈൻഡപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇറച്ചിയും ചോറും വെള്ളവും എല്ലാം കഴിച്ചതല്ലേ. അപ്പൊ ഞാൻ ഗുണ്ടുവിനെ എന്നും രാത്രി കിടക്കണതിന് മുമ്പേ ബാത്റൂമിൽ വിടും, മൂത്രമൊഴിക്കാനും അപ്പിയിടാനും ഒക്കെ ആയിട്ട്. അപ്പം കുഴപ്പമില്ല ഗൈസ്, അവൻ പോവും പോയിട്ട് അതേപോലെ നമ്മളെ അങ്ങനെ ഓടയൊന്നുമില്ല. ബാത്റൂം കഴിഞ്ഞാൽ ഉടനെ കഴിഞ്ഞ് പോരും. നമ്മളും കൂടി നിൽക്കണോണ്ട് അവൻ മിണ്ടാതെ വീട്ടിൽ കയറി വരും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഗുണ്ടുവിനെ കൊണ്ടുവന്ന് പുറത്തിറക്കിയപ്പോഴേക്കും അമ്മ ഡോഗ് ചാടി, മതിലീന്ന് ചാടി. അപ്പോഴേക്കും ഗുണ്ടു അമ്മയെ കണ്ടാൽ നിൽക്കുമോ,
രണ്ടുപേരും കൂടി എടുത്തു വെച്ച് എന്ന് വെച്ചാൽ അമ്മയുടെ കൂടെ ഓടിക്കളഞ്ഞു ഗുണ്ടു. പിന്നെ രണ്ടുപേരും രാത്രി 9:30-10 മണിക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ആ റോഡിൽ തന്നെ ഇരുന്നു കുറേ നേരം. ഗുണ്ടുവിനെയും കാണാനില്ല, അമ്മ ഡോഗിനെയും കാണാനില്ല. അങ്ങനെ കുറേ നേരം നിന്നപ്പോഴത്തേക്കും അമ്മ ഡോഗിനെ കിട്ടി. അമ്മ ഡോഗിനെ കിട്ടിയാൽ പിന്നെ ഗുണ്ടു അവർ ബാക്കേ വന്നോളൂ എന്ന് പറയും. അങ്ങനെ അമ്മ ഡോഗിനെ കൊണ്ട് ഓടിപ്പോയി നമ്മൾ വീടിനകത്ത് കെട്ടി. ഒരുപാട് നേരം നമുക്ക് ഇവിടെ കയറൊന്നുമില്ല, എന്നും കെട്ടി 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 ഒന്നെങ്കിൽ അഴിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് പോകും. അമ്മരെ മുടി രണ്ടെണ്ണിട്ട് നോക്കിക്കോ. രണ്ടുപേരും കൂടി ഇറങ്ങി ഓടിയിരിക്കുന്നു ഈ രാത്രി. ഗുണ്ടുവിനെ ഇത്തിരി ബാത്റൂമിൽ വിട്ടതാണ്. മതിൽ ചാട്ടി ഒറ്റ മതിൽ ചാടി അവൾ ഓടിയപ്പം ഗുണ്ടു മര്യാദക്ക് തള്ള ഓടണതിന്റെ കൂടെ അല്ലേ പോവുള്ളൂ. പിന്നെ അങ്ങനെ കിട്ടി വെച്ച് അവനെ പെട്ടിച്ച് കെട്ടി വെച്ചായിരുന്നു. അപ്പഴത്തേക്ക് നോക്കിയപ്പോ വീണ്ടും അവൻ മതിൽ ചാടി പോയി. ഇതാ കണ്ടല്ലോ, നമുക്ക് ഈ റോഡില് ഇനി ഗേറ്റ് തുറന്നാ ഗുണ്ടുവും കൂടെ ഇറങ്ങിച്ചാടും. അങ്ങനെ ഗേറ്റ് അടച്ചു തന്നെ ഇട്ടിരുന്നു. വണ്ടി വരുന്നതിലായാലും ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കണ്ടോ, ആ വണ്ടിയുടെ ബാക്ക് ഓട്ടവും ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം എന്തായാലും ഒരു കൂടില്ലാണ്ട് രണ്ടുപേരെയൊന്നും നമുക്ക് നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയായി പോയി. പിന്നെ ഇങ്ങ് പോന്നായിരുന്നു കേട്ടോ, നമ്മള് വിളിച്ച് ഇങ്ങ് വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗുണ്ടുവിനെ ആയാലും ഇനിയിപ്പോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം എന്റെ കയ്യിൽ കൂട്ടിയാൽ കൂടൂല. അതുകൊണ്ട് തന്നെ നമുക്ക് ഗുണ്ടു ആയാലും ഇനിയിപ്പോ വളർന്നു വരികയാണ്. അപ്പൊ അവനും ഇതേപോലെ മതിൽ ചാടാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇതാണ് ഇപ്പൊ അമ്മ ഡോഗ് കിടക്കുന്നത്, ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ അവർ രണ്ടുപേർക്കും ഒരു കൂടില്ലാണ്ട് ഒരിക്കലും നിർത്താനും പറ്റത്തില്ല. അപ്പം രണ്ടുപേരും കടിക്കുന്ന കാര്യത്തിലായാലും നിങ്ങൾ പറയും കളിക്കുന്നതാണെന്ന്, പക്ഷെ നമുക്ക് കണ്ട മനസ്സിലാവുള്ളൂ അവൻ കടിച്ച് മുറിക്കുന്നുണ്ട്. രണ്ടുപേരും അവിടെ ഇവിടെ കാലും കൈയും ഒക്കെ മുറിയും. കളിക്കണയാണെങ്കിലും ദേഹമൊക്കെ മുറിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും ആക്കിയില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഐഡിയ ഉണ്ടെങ്കിൽ എന്റെ അടുത്തൊന്ന് കമന്റ് ചെയ്ത് പറയാം. കാരണം കൂട് ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒരുപാട് പേര് ചലഞ്ച് ചെയ്യുന്നത്, എന്ത് ചലഞ്ച് ചെയ്യണമെന്ന് എനിക്കും വലുതായിട്ട് പിടികിട്ടുന്നില്ല. അപ്പം ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ പറയുക. അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോ 1 മാസത്തിനൊന്നും പോവില്ല, ഒരു ഹാഫ് മന്ത് ഒക്കെ ആകുമ്പോൾ തന്നെ ഗുണ്ടുവിനെ ചിലപ്പോൾ കൊടുക്കും. ഇതൊക്കെയാണ് കടിക്കുന്നതൊക്കെ കണ്ടു. രണ്ടുപേരും നല്ല കടിക്കുന്ന ആൾക്കാരാണ്. അപ്പം ആർക്കെങ്കിലും ഒക്കെ ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് സീരിയസ് ആയിട്ട് പറയണമായിരുന്നു. ഞാനിപ്പോൾ ഒരു ഹാഫ് മന്ത് ഒക്കെ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിലും, പക്ഷെ എത്രയും നമ്മളെ പ്രഷർ കാരണമാണ് ഇവപ്പത്തി നിർത്തിയിരിക്കുന്നത്. കാരണം ഞാനും അനിയത്തിയും കിടന്ന് കരഞ്ഞും വിളിച്ചൊക്കെയാണ് അച്ഛനും അമ്മയും ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ഇപ്പൊ ഇവനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ വീട്. അപ്പം എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് എന്താവും, നിങ്ങളൊക്കെ തന്നെ പറയൂ. ഇപ്പോൾ ഏറ്റവും കഷ്ടത്തിലായിരിക്കുന്നത് ഇവളാണ്. വെയിറ്റും ഇല്ല, എല്ലാം പോയി. നമ്മളെ ഗുണ്ടു വന്നതിന് ശേഷമേ ഇവള് വീട്ടിൽ വരാറില്ല. നമ്മൾ ഫുഡൊക്കെ ഇങ്ങ് കൊണ്ടു കൊടുക്കാറാണ് പതിവ്. ഗേറ്റിന്റെ അവിടെയും കാണുന്നിടത്തൊക്കെ കൊണ്ടാണ് കൊടുക്കുന്നത്. കാരണം ഗുണ്ടു ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവളെ സൗണ്ട് എവിടെയെങ്കിലും കേൾക്കുമെങ്കിൽ കുരച്ച് അവളെ ഓട്ടിച്ചളയും. അപ്പൊ ഇവള് പേടിച്ച് ദൂരോട്ട് ഓടിപ്പോവും. പിന്നെ അതുപോലെ നമ്മൾ ഓടി നടന്നാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത്. കൊടുക്കാൻ ഒരു നേരമൊക്കെ പണ്ട് പിന്നെ 24 മണിക്കൂർ അപ്പോഴപ്പോഴാ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നവളാണ്. രാവിലെ പാലും നമ്മൾ കാപ്പി കുടിക്കുമ്പോഴും. ഇപ്പൊ ഗുണ്ടു എങ്ങനെയാണോ ഇപ്പം മീനൊക്കെ വരുമ്പോ ആദ്യം ഇവിടെ ഓടിപ്പോയി നിൽക്കും. ആ മീൻകാരെ എപ്പോഴും മീൻ കൊടുക്കും. അവൾക്ക് കുഴപ്പമില്ല, കുഞ്ഞിലെ കഴിച്ച് വേറെ വയറ്റിനൊന്നും പ്രശ്നം വരത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവളെ അവസ്ഥയെന്ന് പറഞ്ഞാൽ മീൻകാരൻ വരുമ്പോൾ ഗുണ്ടു അവിടെ ഗേറ്റിന്റെ അവിടെ നിൽക്കും. അതുകൊണ്ട് ആ ഭാഗത്തൊന്നും പൂച്ച കാണത്തില്ല. പിന്നെ ഇവളുടെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവളെയും ഇങ്ങനെ അല്ലാണ്ട് നമ്മൾ റോഡിൽ നിന്ന് പറക്കിയെടുത്തേണ് ഗൈസ്. റോഡിൽ നമ്മളെ സൈഡിലാണ് കിടന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 3 കുഞ്ഞുങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും പോയി. ഒരാളെ ഞാൻ അഡോപ്റ്റ് ചെയ്ത് ഒരാൾക്ക് എടുത്തു കൊടുത്തു. ഒരാള് പിന്നെ കണ്ടില്ല. പിന്നെ ഇത് ഒരാളെ ഞങ്ങളും എടുത്തു. ഇത് പെൺകുട്ടി ആയതുകൊണ്ട് ആർക്കും വേണ്ടായിരുന്നു, ഞങ്ങളങ്ങനെ എടുത്തതാണ്. എന്തോ 1 വർഷം കഴിഞ്ഞ് ഗൈസ് ഇവിടെ വന്നിട്ട്. അതെ, ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒട്ടും വരില്ല. ഇപ്പം ഗുണ്ടു താഴെ ഉറക്കവും താഴത്തെ റൂം പൂട്ടിയിട്ടുള്ളത് കൊണ്ട് ഇവിടുത്തെ കതക് തുറന്ന് വന്നതാണ്. എന്നെ വന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഫുഡ് കൊടുക്കാൻ. താഴോട്ടൊക്കെ വരാൻ ഭയങ്കര പേടിയാണ്. ഗുണ്ടു ഓട്ടിച്ച് കളയും, അതാണ് ഒരു പ്രശ്നം. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് പറയുമ്പം. പക്ഷെ ഞാൻ എത്ര കൂടിയിട്ടും കൂടുന്നില്ല, അതാണ് സത്യം. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും
അവനുള്ളതാവണില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.